ആലപ്പുഴയിലെ ടെർമിനലൊക്കെ കണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള വിശേഷം. എനിക്ക് ആദ്യം തന്നെ ബോട്ടിൽ കയറിയപ്പോൾ ഡബിൾ ഡെക്കറിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ അത് സാധിച്ചില്ല. റിട്ടേൺ പോകാൻ നിൽക്കുമ്പോണ്ടടാ അതേ നിൽക്കുന്നു ഡബിൾ ഡെക്കർ ബോട്ട്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, 60 രൂപ കൊടുത്ത് നമ്മൾ നേരെ മേലെ കയറി. ടെർമിനൽ കണ്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആയിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങോട്ട് കയറിയിരുന്നപ്പോ നല്ല കാറ്റും നല്ല കാഴ്ചകളും നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി. ഈ ബോട്ടൊക്കെ നിർത്തിയേക്കുന്ന സ്റ്റാൻഡിന്റെ മേളിൽ തന്നെ ഒരു പാലം ഉണ്ടായിരുന്നു. അവിടുത്തെ ഇങ്ങനെ മൊത്തത്തിൽ ആലപ്പുഴ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 4 മണിയായിട്ടുണ്ടായിരുന്നു. വിശപ്പ് അങ്ങ് ഉച്ചയിലെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഹോട്ടലിൽ കയറി നല്ല സീ ഫുഡ് ഒക്കെ കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. പക്ഷെ നിർഭാഗ്യം പോലെ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് കടയിലൊക്കെ ഭക്ഷണം തീർന്നിട്ടുണ്ട്. നമ്മൾ കിട്ടിയ കടയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഊണും മീൻ പൊരിച്ചതൊക്കെയാണ് പറഞ്ഞതെങ്കിലും കൊള്ളില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാനായി അടുത്ത കുറെ സ്പോട്ടുകളിലൊക്കെ നമ്മൾ പോയി. പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഞാൻ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വണ്ടി ഓടിക്കണോ എന്ന് ആലോചിക്കും. തിരിച്ചു പോകണ്ട, ഇവിടെ തന്നെ സ്റ്റേ ചെയ്താലോ എന്ന് ആലോചിക്കും. ശേഷം നമ്മൾ ആലപ്പുഴ ബീച്ചിൽ കുറച്ചേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ചായയും പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് നേരെ നാട്ടിലേക്ക് വണ്ടി എടുത്ത് ഒരു 2-2.5-3 മണിക്കൂറിന്റെ യാത്രക്ക് ശേഷം നമ്മൾ നേരെ നാട്ടിലെത്തി. ചെന്ന് ഫുഡ് ഉണ്ടാക്കാൻ വയ്യാത്തോണ്ട് നമ്മളൊരു ബിരിയാണി